അതായത് ഇപ്പൊ ഞാൻ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുകയാണ്. നിങ്ങൾ പല ആൾക്കാർ ഫസ്റ്റ് കൊടുക്കുന്നു, പിന്നെ സെക്കൻഡ് ഗിയറിലേക്കൊക്കെ കറക്റ്റ് ആയിട്ട് ഇടും. എന്നാൽ ഈ സെക്കൻഡ് ഗിയർ ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ ഗിയർ മാറ്റുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടി റോഡിന്റെ നടുക്ക് പോകുന്ന ഒരു പ്രശ്നം, ഇടത് കിട്ടാത്ത ഒരു പ്രശ്നം, ഇതൊരു വലിയ മിസ്റ്റേക്ക് ആണ്. ഇത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പൊ ഇത് വരുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഗിയർ മാറ്റുന്ന സമയത്ത് സ്റ്റിയറിങ്ങിനെ ഒരു കൈ കൊണ്ട് സ്റ്റഡി ആക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പൊ ഇതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ്, നമ്മൾ തേർഡ് ഗിയർ കൊടുക്കാൻ തീരുമാനിച്ചാൽ ഉടൻ തേർഡ് കൊടുക്കുക എന്നുള്ളതല്ല. നമ്മൾ പതിയെ വലത് കൈ കൊണ്ട് സ്റ്റിയറിംഗിൽ ഈ ഒരു ഭാഗത്ത് പിടിക്കുകയും ഇടത്തെ കൈ കൊണ്ട് ഗിയർ ലിവറെ ജസ്റ്റ് ഒന്ന് വെക്കുക നേരത്തെ. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്ത് വണ്ടി ഇടത് പരമാവധി ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എന്ത് ചെയ്യണം, ക്ലച്ച് പിടിക്കുക, തേർഡ് ഗിയറിലേക്ക് ഇടുക. ഒപ്പം തന്നെ ഗിയർ ലിവറിലേക്ക് നോക്കരുത്. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റത്തില്ല. ഇനിയിപ്പോ ഇവിടെ ഗിയർ ഡൗൺ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ട്, ഒരു കൈ കൊണ്ട് ഇവിടെ ബാലൻസ് ചെയ്തുകൊണ്ട് നേരത്തെ ക്ലച്ച് പിടിച്ചുകൊണ്ട് ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുകയാണ്. നിങ്ങൾ നോക്കിയേ, അപ്പൊ നമ്മൾ ഗിയർ ലിവറെ നോക്കാതെ അഡ്വാൻസ് ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. അങ്ങനെ ഇട്ടതിന് ശേഷം രണ്ട് കൈയും നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റിയറിംഗ് വീലിലേക്ക് വരിക. അപ്പൊ നിങ്ങൾക്ക് ഒരു കാരണവശാലും സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റത്തില്ല. നിങ്ങളിൽ പല ആൾക്കാരും സ്റ്റിയറിംഗിന് പ്രാധാന്യം കൊടുക്കാതെയാണ് ഗിയർ മാറ്റുന്നതെങ്കിൽ വണ്ടി നടുക്കെന്നല്ല വലത് സൈഡിലേക്ക് പോകും. അതിന്റെ കാര്യം എന്ന് പറയാം, ചിലര് വാഹനം ഓടിക്കുന്ന സമയത്ത് ഇടത് ചേർന്ന് ഓടിക്കത്തേയില്ല. എത്ര പറഞ്ഞാൽ ഇടത് ചേർന്ന് ഓടിക്കത്തില്ല, കുറച്ച് റോഡിന്റെ ഈ സൈഡിലേക്ക് വരും. അപ്പൊ കുറച്ച് റോഡിന്റെ വലത് സൈഡിലേക്ക് വന്ന് നിൽക്കുന്നു. ആ സമയത്ത് നമ്മൾ അടുത്തൊരു ഗിയറും കൂടെ കൊടുക്കാൻ ശ്രമിച്ചാൽ എന്ത് ചെയ്യും, ഓൾറെഡി നമ്മുടെ വണ്ടി കുറച്ച് വലത് ഇങ്ങോട്ട് നിൽക്കുകയാണ്. വീണ്ടും നമ്മൾ ഗിയർ കൊടുക്കുന്ന സമയത്ത് ഈ തുടക്കക്കാരുടെ ഒരു പ്രശ്നം, വലത് സൈഡിലേക്ക് സ്റ്റിയറിംഗ് പിടിക്കും. അപ്പൊ എന്ത് ചെയ്യും, കൂടുതൽ വണ്ടി വലത് സൈഡിലേക്ക് പോകും. അപ്പൊ എന്ത് ചെയ്യണം, വാഹനം ഇടതാണെന്ന് ഏറ്റവും ആദ്യം ഉറപ്പ് വരുത്തുകയും ഒരു കൈ കൊണ്ട് കുറച്ച് നേരം ഒന്ന് ഇതുപോലെ, ഇപ്പൊ സെക്കൻഡ് ഗിയർ വരികയാണ്, ഒരു കൈ കൊണ്ട് ഇങ്ങനെ ശകല നേരം ഒന്ന് നമ്മൾ ബാലൻസ് ചെയ്ത് ഇടതാണെന്ന് വണ്ടിയെ ഉറപ്പ് വരുത്തുന്നു. എന്നിട്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് വാഹനത്തിൽ ഗിയർ കൊടുക്കാനായിട്ടുള്ള ഒരു പൊസിഷൻ വരുമ്പോൾ എന്ത് ചെയ്യണം, ഇടതാണെന്ന് ഉറപ്പ് വരുത്തി ക്ലച്ച് പിടിക്കുക, എന്നിട്ട് തേർഡ് ഗിയറിലേക്ക് ഇടുക.